10-ാമത്തെ വാക്യം, നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ എന്നോട് ചോദിക്കുന്നു. മാരകമായ മുറിവ് പോലെ ആ നിന്ദനം ഞാൻ ഏൽക്കുന്നു. എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് മാത്രമല്ല, പരീക്ഷ പാസ്സായില്ലെന്ന് മാത്രമല്ല, ഇത്രയും കാലം പ്രത്യാശിച്ച് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല എന്ന് മാത്രമല്ല, നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ വന്ന് ചോദിച്ചുകൊണ്ടും കൂടി ഇരിക്കുകയാണ്. അതാണല്ലോ ഏറ്റവും വലിയ സങ്കടം. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും റിസൾട്ട് വന്നില്ല. പരീക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യത്തിലും നമ്മൾ പക്ഷെ നന്നായിട്ട് പ്രാർത്ഥിക്കും, എഫേർട്ട് ഇടുകയൊക്കെ ചെയ്തു, പക്ഷെ റിസൾട്ട് പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിക്കും, നീ പ്രാർത്ഥിച്ചിട്ട് ഇപ്പം എന്തായി? വെർ ഈസ് എ ഗോഡ്? നിന്റെ കർത്താവ് എന്തിയെ? പ്രിയപ്പെട്ട കൂട്ടുകാർ ചോദിക്കും. നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ഉത്തരം എന്താണെന്നറിയോ? ഇല്ലെങ്കിൽ നമ്മളോട് തന്നെ കൊടുക്കേണ്ട ഒരു ഉത്തരവാണ് അവസാനത്തെ വാക്യം, 11-ാമത്തെ വാക്യം. എൻ്റെ ആത്മാവെ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവീർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. ഐ വിൽ പ്രൈസ് ഹിം അഗെയിൻ. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എൻ്റെ ആത്മാവ്, എൻ്റെ മനസ്സ് ഒക്കെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ആത്മാവിനോട്, ഞാൻ എന്നോട് ചോദിക്കും, നീ എന്തിനാ വിഷമിക്കുന്നത്? നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നീ എന്തിനാ ഇങ്ങനെ നെടുവീർപ്പെടുന്നത്? ദൈവത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കും. ഇന്നെനിക്ക് ഉത്തരം തരാഞ്ഞ കർത്താവിനെ ഞാൻ വീണ്ടും പുകഴ്ത്തും, ഞാൻ തള്ളി പറയത്തില്ലെന്ന് നിങ്ങളെ ആ കളിയാക്കിയവരോടും ചോദ്യം ചോദിച്ചവരോടും കർത്താവ് എന്തിയെ നിന്നെ സഹായിക്കാഞ്ഞെന്ന് ചോദിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് വേദനയുടെ ഒരു മുള്ളും കൂടെ കുത്തിത്തരുന്നവരോടും പറയണം. ആ വേദന കൊണ്ട് കീറി മുറിഞ്ഞ നിങ്ങളുടെ മനസ്സിനോടും പറയണം, എൻ്റെ ആത്മാവെ, ഞാൻ വിഷമിക്കാൻ പോകുന്നില്ല. എൻ്റെ മനസ്സെ, ഞാൻ വിഷാദിച്ചിരിക്കാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ കർത്താവിൽ വീണ്ടും പ്രത്യാശ വയ്ക്കും. ഞാൻ എൻ്റെ കർത്താവിനെ വീണ്ടും പാടിപ്പുകഴ്ത്തും. എനിക്ക് ഉത്തരം തന്ന കർത്താവിനെ അല്ല, എനിക്ക് ഉത്തരം തരാത്ത കർത്താവിനെയും ഞാൻ ഇനിയും ആരാധിക്കും. കാരണം എൻ്റെ രക്ഷാശില, എൻ്റെ ദുർഗം, ആ ദൈവത്തോടാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഉത്തരം തന്നാലും ഇല്ലേലും, യു ആർ മൈ സ്ട്രോങ് റോക്ക്. ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന പാറക്കല്ല് എൻ്റെ കർത്താവെ നീയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരെ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഈശോ കൂടുതൽ ശക്തി തരും. നിങ്ങൾക്ക് കൂടുതൽ ശക്തിയും ബലവും കർത്താവ് നൽകട്ടെ. മനസ്സും നിരാശപ്പെട്ടു പോകാതെ, ആത്മാവിൽ വിഷാദം വരാതെ, കൂടുതൽ പ്രത്യാശ അർപ്പിച്ച് ഓരോ ദിവസം മുന്നോട്ട് നീങ്ങുക. വീണ്ടും കർത്താവിനെ പുകഴ്ത്തുക.